മൊയ്തു, ഓ ഒരു ഷോഡ. എന്താണ് ഷോഡ? സോഡ ഇവിടെ ഇല്ല, സോഡയുള്ളത്. അത് സാധാരണ നിങ്ങളെപ്പോലുള്ള ആളുകൾ സോഡ എന്ന് പറയും, ഞാൻ ഷോഡ എന്നാണ് ഓ പറയുന്നത്. അത് ശരി, പറഞ്ഞ പോരെ. ദാ. ഷോഡയ്ക്കൊന്നും പഴയ പോലുള്ള ഗ്യാസ് ഇല്ല, തീരെ എഫക്ട് ചെയ്യുന്നില്ലല്ലോ. ഒരു ക്ലോറിൻ ചോദിക്കുന്നത് ആ പോലെയല്ലേ? ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ കോർപ്പറേഷന്റെ വെള്ളല്ലേ, സർക്കാർ തരുന്നല്ലേ. എന്ത് പറഞ്ഞാലും സർക്കാർ 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 സർക്കാർ. മതി. ഓ എത്രയും മൊയ്തു? 8 റുപ്യ. സോഡ സർബത്ത് അല്ലെങ്കിൽ സോഡ മോര് അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് സോഡയുടെ കറക്റ്റ് വില അറിയുന്നില്ല. ഒരാഗ്രഹം കൊണ്ട് കഴിച്ചതാ, ഒറ്റയ്ക്ക് ഒരു സോഡ മാത്രമായിട്ടേ. അല്ലോ 500 ചേഞ്ച് ഇല്ല കേട്ടോ. ഓക്കെ, 8 റുപ്യ ഉണ്ടോക്കി. ബാക്കി പൈസക്ക് ഇവിടുന്ന് എടുക്കാനുള്ള സാധനങ്ങളും ഇല്ലല്ലോ. ചെറിയ സൂപ്പർ മാർക്കറ്റ് ഒന്നും ഇല്ലല്ലോ. 8 രൂപയല്ലേ? 8 റുപ്യ. ഇതാ ചേട്ടാ, ഓണം മെമ്പർ. എന്തൊരു കഷ്ടം നമ്മുടെ നാടിന്റെ. എല്ലാവരും ഈ പരിപാടിയായിട്ട് നടക്കുക. എന്ത് പരിപാടി? 5 പേരെ കണ്ടാൽ അതിലൊരു 3 പേര് ലോട്ടറി കച്ചവടം. പണിയെടുത്ത് ജീവിക്കുന്നവരാരും നമ്മുടെ നാട്ടിലില്ല. അല്ല, ഒരു പണിയെടുക്കല്ലേ, ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഇത് വിറ്റിട്ടല്ലേ കുടുംബം പോറ്റണത്. അവര് വെയിൽ കൊള്ളുന്നതിൽ കാര്യമില്ല മൈതു. ഒരു പൗരനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഈ കടലാസ് വിറ്റിട്ട് എന്ത് കിട്ടാനാ? അങ്ങനെ പറയരുത്, കാരണം ലോട്ടറി വിറ്റിട്ട് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നില്ലേ ശീതലേട്ടാ. ശരി, അതിന്റെ ഒരു ഓണം മെമ്പർ എടുത്താലോ? മൊലാളി താ നിൽക്കണം, ഇങ്ങോട്ട് കൊടു. ഏട്ടാ, ഒരു ഓണം മെമ്പർ എടുത്താലോ? എനിക്കോ? ഞാൻ ലോട്ടറി എടുക്കാറില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാ. ഇത് സർക്കാരിന്റെ അല്ലേ, അങ്ങനെ തട്ടിപ്പാവുക? എന്റെ മൊയ്തു, ഉപജീവനത്തിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഈ ചൂതാട്ടം കാണുമ്പോഴായി എനിക്ക് സങ്കടം. അങ്ങനെ പറയരുത് ഏട്ടാ. നമ്മുടെ ഈ കാരുണ്യ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടേ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മളെ സർക്കാരുകൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അത് ഇത് വിൽക്കാതെയും ചെയ്തൂടെ? ശീതലേട്ടാ, നിങ്ങളേ ഒരു ലോട്ടറി അങ്ങ് എടുത്തു നോക്കി, 500 റുപ്യ എടുത്താൽ 25 കോടി അങ്ങ് കിട്ടാൻ പോണേ. ഈ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ അന്ന് തുടങ്ങും കഷ്ടകാലം. നാട്ടുകാർ മുഴുവൻ വന്ന് കാശ് ചോദിക്കും, നമുക്കാണെങ്കിൽ കൊടുക്കാനും തോന്നില്ല. വലിയ കഷ്ടം അത്. ഒന്നാമത്തെ അത് മാത്രമല്ല, ഈ കാശൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിലിടും, പിന്നെ അതിന്റെ ടാക്സ് സർക്കാരിന് കൊടുക്കാൻ നിൽക്കണം. അങ്ങനെ എന്റെ കാശ് കൊണ്ട് സർക്കാർ ജീവിക്കണ്ട. ഓനാ ശീതള ടിക്കറ്റ് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബമ്പർ എനിക്ക് തന്നെ ഞാൻ എടുക്കാം. ലക്കി നമ്പറാണ്, അടിക്ക് ഉറപ്പാ. 5505 25. ഇത് കിട്ടാണ്ടല്ലോ ഈ പീഡ ഞാൻ സൂപ്പർ മാർക്കറ്റ് ആക്കും. ചോദിക്കോ എത്ര? 500 അല്ലേ? 500. ഐശ്വര്യമായിട്ട് കയ്യിൽ വെച്ചോ. ശരി കേട്ടോ. പഠിച്ചോനെ കാത്തോളണം. ഇതൊക്കെ ആറ്റിറ്റ്യൂഡാണ്, ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എടുക്കാനുള്ള താല്പര്യം കണ്ടോ? പക്ഷെ ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു ലോട്ടറി വീണ് കിടക്കണ കണ്ടപ്പോലും എടുക്കാറില്ല. എടുക്കണ്ട. അല്ല സീതല, അനക്കിപ്പോ എന്താ പണി ശരിക്കും? ഞാൻ ബാങ്കിലല്ലേ. ബാങ്കിൽ പണി കിട്ടിയോ? പണി എന്ന് പറഞ്ഞാല് എന്റെ അമ്മാവന്റെ കാശ് വരും ബാങ്കില്. അവര് UK-ലാണല്ലോ. അപ്പൊ അതെടുക്കാൻ പോണം. പിന്നെ അച്ഛന്റെ കാശ് വരും, അച്ഛൻ കുവൈറ്റിലല്ലേ. പിന്നെ പെങ്ങളുടെ കാശ് വരും, അവൾ അയർലൻഡിലാണല്ലോ. അപ്പൊ എല്ലാവരുടെയും ക്യാഷ് എടുത്ത് വരുമ്പോ തന്നെ ഒരു മാസം കഴിയും. ഫുൾ ടൈം ഞാൻ ബാങ്കിലായ. അങ്ങനെയൊക്കെ എങ്ങനെ ജീവിച്ചു പോകണം? ഇവര് അതൊക്കെ ചെയ്യുമ്പോ അത്യാവശ്യം പൈസയൊക്കെ തരും, പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങാറുണ്ട്. നന്നായി, എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണല്ലോ നമ്മള്, അല്ലേ? അധ്വാനിക്കണം, അല്ലാതെ കടലാസ് വിറ്റ് ജീവിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്റെ പണി നോക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സാധനം എടുത്തേക്കണ്ട് മൊയ്തു. പിന്നെ ഈ ഷോഡ് മാത്രല്ല, ഇടയ്ക്കൊക്കെ ഈ ഷർബത്തൊക്കെ വെക്കാം. ആളുകൾ കുറച്ചും കൂടിയും കച്ചവടം നന്നായിട്ട് നടക്കും. ആയിക്കോട്ടെ. പുതിയ ഷോഡ് വരുമ്പോ അറിയിക്കണം കേട്ടോ. സോഡ. അതെ അതെ അതെ. ഇപ്പൊ സൈക്കിൾ ഷോപ്പ് ഒന്നും നടത്തുന്നില്ലേ? സൈക്കിൾ ഷോപ്പിൽ എനിക്കൊരു സൈക്കിൾ ഉണ്ട്, അതിനകത്ത് യാത്രയൊക്കെ. ശരി ശരി. ഷോഡ സൈക്കിൾ. നീ പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കണില്ല.
ഇപ്പോഴത്തെ ഏത് സിനിമയാണ് നമുക്ക് കുടുംബത്തോടെ വരുന്നത് കാണാൻ പറ്റണേ? ഇപ്പൊ എല്ലാ സിനിമയും കാണാൻ പറ്റും. ഒന്നുമില്ല എല്ലാം കുറെ അസഭ്യവും അതും ഇതുമാണ്. ഇന്ന് സിനിമയിൽ നായകന് അച്ഛനില്ല, അമ്മയില്ല, കുറെ വേട്ടാവളിയന്മാര് കൂട്ടുകാരന്മാര് മാത്രം ഉണ്ടാവും. അതല്ലേ റിയാലിറ്റി. അതാണ് റിയാലിറ്റി. പിന്നല്ല, നിനക്ക് അച്ഛനും അമ്മയില്ലടാ. എന്റെ അടുത്തുള്ള സുധീഷ്, അവൻ അച്ഛനും അമ്മയില്ലല്ലോ. അപ്പൊ അവന്റെ സിനിമ പറയണ്ടേ? അതുകൊണ്ട് ഈ പറഞ്ഞ സാധനം എപ്പം തരും നീ? അതൊക്കെ തരാം. ഞാൻ ഓർഡർ തന്നിട്ട് ഒരാഴ്ചയായി. തിരക്കൂട്ടല്ലേ, സമയമുണ്ട്, ഇനിയും ഡേറ്റ് ആവണ്ടേ? ഇതൊക്കെ നിങ്ങളുടെ കുഴപ്പം. പണ്ടോളെ നിന്റെ അച്ഛൻ നടത്തിയിരുന്നപ്പോണ്ടല്ലോ കൃത്യമായിരുന്നു. പറഞ്ഞ സമയത്ത് സാധനം തരുമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ നടത്തിയപ്പോ തന്നു. പക്ഷെ ഇത് പെർഫെക്ഷനാ. പെർഫെക്ഷന് സമയം. നീ പറയണ നിന്റെ അച്ഛൻ തന്നെ അതൊന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു എന്നാണ്. അത് പഴയതല്ലേ, ഇത് പുതിയത്. ഒരു ടിക്കറ്റ് എടുക്കേട്ടാ. അയ്യോ, ടിക്കറ്റ് ഞാൻ ഇപ്പൊ കാലത്തെ പറഞ്ഞ എടുത്തുള്ളൂ. ഏതാണ്? അത് മമ്മൂട്ടി പടത്തിന്റെ. ഇത് ഓണം ബമ്പറാണ്. ക്രിസ്മസ് ബമ്പർ ഉണ്ടോ? അതായിട്ടില്ലല്ല. ഈ ഓണം ബമ്പർ തന്നെ എടുത്തോ. എനിക്ക് ഓണം ബമ്പറിൽ അത്ര വിശ്വാസമില്ല. ക്രിസ്മസ് ബമ്പർ എനിക്ക് അടിക്കുമെന്നൊരു ഉള്ളിലൊരു വിശ്വാസം. അല്ല, ഇതടിക്കും. ഇത് നല്ല നമ്പറാണ് ഇരിക്കണ. 25 കോടിയാണ് ഒന്നാം സമ്മാനം. 25 കോടിയാണോ? അയ്യോ, ഈ 25 കോടി കൊണ്ട് വെക്കാനുള്ള ഷെൽഫ് എന്റെ വീട്ടിൽ ഇല്ലല്ലോ. ഷെൽഫ് ഞാൻ ഉണ്ടാക്കി തരാന്നേ. നീ ആദ്യം ഇതുണ്ടാക്ക്, എന്നിട്ട് ഷെൽഫ് ഉണ്ടാക്കാം. എന്നാ പിന്നെ ഈ കാരുണ്യം എടുക്ക്. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം കൊടുക്കണാണ് ഇതിന്ന്. എന്റെ പൊന്ന് സഹോദരി, 2 പാവങ്ങളെ ഞാനിപ്പോ 5-6 മാസമായിട്ട് സഹായിച്ചോണ്ടിരിക്കുക, ചികിത്സാ സഹായം കൊടുത്തോണ്ടിരിക്കുക. അതാരാണ്? എന്റെ അച്ഛനെ അമ്മയും. നല്ല പൈസ ചെലവുണ്ട്, സത്യം. ചേട്ടാ, ഇതിന്റെ കമ്മീഷൻ കൊണ്ടാണ് ഏട്ടാ ഞാൻ ജീവിക്കണത്. നീ പറഞ്ഞു. ഓ ചേച്ചി, ഞാൻ ഇന്നലെ എടുത്ത്. ചേട്ടാ, കൈനീട്ടം വിട്ടിട്ടില്ല ഏട്ടാ. ഒക്കെ എല്ലാരും പറയണേ. എടുക്കായിരുന്നിട്ടാ. എടാ, ഇതൊന്നും അടിക്കൊന്നുമില്ല. ആ ചേച്ചീന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു പ്രൈസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കാ? അല്ല, ഇതിന്റെ ഇടയ്ക്ക് ലോൺ എന്തോ പാസ്സാവാണ്ട് ഇന്നലെ അല്ലേ പാസ്സായ? സൊസൈറ്റിയിൽ ലോൺ ശരിയാ. അത് നീ പറഞ്ഞ മാതിരി കുറെ നാൾ കയറി ഇറങ്ങിയിട്ട് അത് ഇന്നലെയാണ് ശരിയായി. ശരിയായില്ലേ? ചേച്ചീന്റെ വർത്താനത്തിൽ തന്നെ ഒരു എന്തോ ഒരു ഇതില്ലേ, എനിക്ക് തോന്നി. ഉണ്ടോ? എടുക്കുവാൻ മതേട്ടാ. ഇതെന്താ ഇത് പാവികളുണ്ടേ കളയണ്ടേ? വേണ്ടേ? അങ്ങനെ തൊട്ട് വരച്ചോണ്ട് നിന്നാ മതിയാ. കാണിക്ക്, തുടിച്ചേ, ഇത് മാറി. ഇങ്ങനെ ഒന്ന് ഉരക്കിച്ച് കാണട്ടെ. ഉണ്ണിയേ, ഒന്ന് ഉരക്കുണ്ണിയേ. ഉറച്ചോണ്ട് നിൽക്കുന്നല്ലോ ആശാനെ. ആ, വൃത്തിയായില്ലേ ഇപ്പൊ? ഭയങ്കര പണിയാണല്ലോ. ആ, ഒന്നും പറയണ്ട. ഒരു ഓണം ബമ്പർ എടുക്ക്. ഞാൻ 2 എടുത്തില്ലേ? അത് ഓണം ബമ്പറല്ല, ഏ, അത് സാധാരണ ലോട്ടറി ആയിരുന്നില്ല. ഓണം ബമ്പർ എടുത്തോ. അതെ, 25 കോടിയാ. വേണ്ട, അത് പൈസ ഒന്നുമില്ല. അല്ല, എനിക്ക് തോന്നണത് അടിക്കും തോന്നുന്നുണ്ട്. ആ, അതെന്തായാലും അടിക്കല്ലോ, ഉറപ്പല്ല, ആർക്കെങ്കിലും അടിക്കും. ആർക്കെങ്കിലല്ല, ഇത് എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നവർക്ക് തന്നെ അടിക്കും. സത്യേട്ടാ, മണ്ടു ഇത്രയും പറഞ്ഞതല്ലേ, നമുക്ക് ഷെയർ ഇട്ട് പറഞ്ഞു കൊടുത്താല. ബമ്പറല്ലേ? പൈസ ഉണ്ടോ? പൈസ എടു. അല്ല, പൈസ കുറച്ചോ, കൂലിന്ന് കുറച്ചോ, നമുക്ക് 2 പേർക്കും കൂടി എടുക്കാം. ഞാനും ഉണ്ട്. ഉണ്ടാ? അല്ല, അമ്മ 3 ആൾക്കും കൂടി എടുക്കാം. ആ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ എടുത്തോ. ഏത് നമ്പറാ വേണ്ടേ നോക്കിയേ. നല്ല എടുക്ക്. നല്ലത്. നിന്റെ കൈ കൊണ്ടെങ്കിൽ തന്നാ മതി. ഞങ്ങള് രക്ഷപ്പെടുന്നതിൽ പ്രാകാതെ കൊടുക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, ഉണ്ണി കണ്ണടച്ചോ. ഓ, അതിലേതെങ്കിലും ഒന്ന് എടുത്തു. അത് വേണോ? വേണ്ട, കൈ കൊണ്ട് എടുപ്പിക്കണ്ട. സത്യേട്ട എടുത്ത് തൊട്ടതെടുക്കണ്ട. 25 കോടി 25 കോടി പൈസ പോണോ? പൈസല്ലേ? സർക്കാർ 500 രൂപയാണ്. എന്നാ ശരി, ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇത് അടിച്ചു ഒന്നും കൂടെ എടുത്താ വേണമെങ്കിലേ ഞാൻ പൈസ നീ കൊടുക്കോ? ഉറപ്പില്ല. ആ, പിന്നെന്താ? ഇത് അടിച്ചിട്ട് വേണം തരാം. എന്നാ ഒരു കാരുണ്യാണോ? കാര്യം ഒന്നും വേണ്ട, ഒന്ന് പോ. നീ പോയത് കടം തരുവോ? കടമില്ല. നമ്മക്ക് അടിച്ചു കഴിഞ്ഞാൽ മണ്ടു ഇനി ഇത് വിൽക്കാൻ നടക്കണ്ട. ചുരിദാറൊക്കെ ഇട്ട് അടിപൊളിയാക്കണം. എന്തായാലും അടിക്കും. ആ, അതെ, മതി. കൂട്ടിക്കോ, പേറ്റ് കൂട്ടിക്കോ. പാവ കെട്ടിയാൻ മരിച്ചു പോയിട്ട് പോയി. കഷ്ടപ്പെട്ട് ജീവിക്കണ്ടല്ല, മക്കളെ വളർത്താനല്ലേ. അതിപ്പോ ഇങ്ങനെ എത്ര ആൾക്കാര്. നല്ലതാണ്, ആരെയൊക്കെ എടുക്കണേ. ആളല്ലേ? ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആ, മനസ്സിലായില്ലേ? അന്ന് ഞാൻ കടയുടെ അവിടെ വെച്ച് ഒരു കരി ചോദിക്കാനാ. ഞാൻ വരാം.
എന്തായി? സത്യത്തില് അന്ന് ടിക്കറ്റ് എടുക്കാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി കേട്ടാ. അപ്പോഴേ എനിക്ക് അന്ന് എന്നോട് കാണിച്ചില്ല ഒരു ടിക്കറ്റ്, ഒരു നമ്പർ ഓണം ബമ്പർ. അതെ, ഓണം ബമ്പറിന്റെ ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് തന്നേരെ. അയ്യോ, അത് വിറ്റ് പോയല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുമോ, അതുപോലുള്ള നമ്പർ കൊള്ളാമെന്നുള്ള ഒരു നമ്പർ അടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നമ്പർ നോക്കി പെങ്ങൾ എനിക്ക് എടുത്തു തരുമോ? ഓണം ബമ്പർ അല്ലേ? ഓണം ബമ്പറിന്റെ ഞാൻ എടുത്തോണ്ടോ? ഓ അന്ന് എടുത്താൽ മതിയായിരുന്നു. ഇത് നല്ലതല്ലേ അല്ലേ? ഇനി ഇതും കൂടി ഉള്ള ഓണം ബമ്പർ. ഇത് അടിക്കായിരിക്കും അല്ലേ? അടിക്കായിരിക്കും. അല്ല, ഞാൻ വെറുതെ ചുമ്മാ അടിക്കണമെന്നുള്ള നമുക്ക് പ്രശ്നമല്ല. പെങ്ങളെ ഒന്ന് സഹായിക്കാം, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ. ഞാൻ പറയല്ലേ, 500. ഇനി അഥവാ അതില്ലെങ്കിൽ മറ്റേ ടിക്കറ്റെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ. ഏതായാലും ഇത് കിട്ടിയല്ല. പ്രാർത്ഥിക്കണേ, അടിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമാണ്. തടസ്സമാണല്ലോ. എന്താണ്? ഈ ടിക്കറ്റ് ഉണ്ടാവോ? ടിക്കറ്റ്? ലോട്ടറി 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 ടിക്കറ്റ് ഉണ്ട്. ഒരു ഓണം ബമ്പർ. അയ്യോ, ഓണം ബമ്പർ ഇല്ല. അവസാനത്തെ ഇപ്പൊ ആ ചേട്ടൻ കൊണ്ടുപോയി. അയ്യോ, അതൊന്ന് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? അതങ്ങനെ പറ്റൂല, പൈസ ഒന്ന് മേടിച്ചോണ്ട് പോയതല്ലേ. അല്ല, പൈസ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പറ്റൂല. പറ്റില്ലല്ലേ? എന്നാ എനിക്ക് വേറൊരെണ്ണം തന്നു. അത് ഓണം ബമ്പർ അല്ല, കാരുണ്യ ഉണ്ട്. എടുക്കട്ടെ? കാരുണ്യ ബമ്പർ. ബമ്പർ അല്ല, അത് 80 ലക്ഷമാണ്. 25 കോടിയാണ് ഞാൻ കണക്ക് കൂട്ടി വന്നത്. പെട്ടെന്ന് അത് 80 ലക്ഷം ആകുമ്പോ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു. അതെല്ലാരും മേടിച്ച് തീർന്നു പോയി. അതാണ്, നേരത്തെ മേടിക്കായിരുന്നെങ്കിൽ. അല്ല, അത് ഞാൻ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്കീം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നൊരു ഇതാണ്. എന്നാ പിന്നെ ആ ലോട്ടറി വിൽക്കണ മോഹനൻ, ആ ചെറുക്കനെ അറിയാമോ? അദ്ദേഹത്തിന് എനിക്ക് അറിയാം, പക്ഷേ ഞാനും മോഹനും തമ്മിൽ അത്ര നല്ലൊരു സ്കീമിലല്ല. അല്ല, അയാളോട് ചോദിച്ചാൽ ചിലപ്പോ ടിക്കറ്റ് ഉണ്ടാവും. അതെയല്ലേ? ഒരെണ്ണം മേടിച്ച് തരാൻ പറ്റുമോ? ഞാൻ ക്യാഷ് തരികയാണെങ്കിൽ. ഞാനെന്തിനാ മേടിക്ക? അയാളോട് ചോദിച്ചാ തരും. അതെ, അത് പുള്ളിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ഇത് കൊണ്ടാണ്. ഒരെണ്ണം മേടിച്ച ഒരു സ്കീം സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. അതെ. അയ്യോ, ഞാൻ എങ്ങനെയാണ് മേടിച്ചത്? അയാളോട് പോയി ചോദിച്ചാൽ ആള് തരും. എന്നാ ശരി. മറ്റത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താണ്? കാരുണ്യം. കാരുണ്യം അതിപ്പോ പെട്ടെന്ന് കിട്ടുന്ന പൈസയാണോ? എല്ലാം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അതെല്ലേ? അപ്പൊ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ലല്ലേ? ക്യാഷിനെ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നേ. ഒരു 5000 കടമായിട്ട് തരാൻ പറ്റുമോ? നമുക്ക് ലോട്ടറി അടിച്ച ഉടനെ അങ്ങോട്ട് തിരിച്ചു തരാം. എന്താണ്? അല്ല, ഞാൻ ഇപ്പൊ ലോട്ടറി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോ 18 ലക്ഷത്തിന്റെ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അടിച്ചുടനെ ക്യാഷ് എനിക്കൊരു 5000 കടമായിട്ട് തരികയാണെങ്കിൽ കഴിഞ്ഞൂടെ ഞാൻ അങ്ങോട്ട് തരാം. ഒരു ബുദ്ധിമുട്ടിന്റെ ഒരു അവസ്ഥയിലായിരുന്നു. പറ്റില്ല അല്ലേ? പിന്നാലെ നടന്ന് ലോട്ടറി വേണമെന്ന് ചോദിച്ചവരൊക്കെ ഇപ്പൊ വാതിലടിച്ച് കുറ്റിയിടുക. കൊല്ലാത്ത കാലം. എന്താ ചെയ്തോളാ ലോട്ടറി മണ്ടുവിന്റെ വീട്ടില്? ഒന്നുമില്ല മൈതു, ഞാനേ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഒജ്ജല്ല, താഴത്ത് വീണ് നടന്നാലും ലോട്ടറി ടിക്കറ്റ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് ഞാനെപ്പോഴും എടുക്കാറില്ല. ഇപ്പൊ പെട്ടെന്ന് ബാങ്കിലെ ജോലി നഷ്ടപ്പെട്ടു. എന്തേ? അത് നമ്മുടെ അങ്കിളും സിസ്റ്ററും ഒക്കെ ഇപ്പൊ റിട്ടേൺ വരികയാണ് നാട്ടിലേക്ക്. ഇനിയിപ്പോ അവരവിടെ വർക്ക് ചെയ്യുന്നില്ല. വരുമാനം നിന്ന് ട്രാൻസാക്ഷൻ അത് ഉണ്ടാവില്ലല്ലോ. ഗതി കെട്ടാലേ പയ്യ പുല്ലും തിന്നുന്ന ഒരു ചൊല്ലുണ്ട്. ശരി, നാല് കാണാം. ശരി. ഇയാളിപ്പോ പുല്ലാണോ തിന്നുന്നത്? സംഗതി അറിയില്ലേ? നമ്മളെ മണ്ടോതിരി വിറ്റ ലോട്ടറി ടിക്കറ്റ് 1 കോടി ഉറുപ്പിക അടിച്ചു. ശരിക്കും? ഓണം ബമ്പറോ? ഓണം ബമ്പർ. പടച്ചോനെ, ഞാൻ ആ മോഹന്റെ അടുത്ത് എടുത്തോ, എനിക്ക് മണ്ടുവിന്റെ അടുത്ത് എടുത്താൽ മതി. ആർക്കടിച്ചേ? ആർക്കാ അടിച്ചറിയില്ല. ഓളെടുത്ത് വാങ്ങിയ ടിക്കറ്റിനല്ല അടിച്ചേ. അപ്പൊ ഓളോട് ചോദിച്ചാ പോരെ? അതിന് ഓള് മുങ്ങിയില്ലേന്ന്. മുങ്ങി? എങ്ങോട്ട്? ഓൾക്ക് 1 കോടി അടിച്ചോണ്ട് നല്ല കമ്മീഷൻ കിട്ടുമല്ല. ഓളെ കുടുംബക്കാരെല്ലാം വന്ന് വീട്ടിൽ തമ്പടിച്ചിട്ട്. ശരി, അതുകൊണ്ട് ഓള് മുങ്ങി. ഓള് മുങ്ങി. എന്തൊരു കഥയാണ് ഇത്! ആർക്കും അടിച്ചിണ്ടാവുമല്ലേ? ആർക്കും അടിച്ചറിയില്ല. ഓക്കെ, കുറച്ചുമ്പോഴേക്ക് വരും റിസൾട്ട്. ശരി എന്നാല്. 1 കോടി ഉറുപ്പിയൊക്കെ അടിച്ചെന്ന് പറയുമ്പോഴേ. അല്ല രാഘവേട്ടാ,
വാട്സാപ്പിൽ നമ്മളെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നേക്കണേ. ആളാ ആ ഓണം ബമ്പറിൽ 1 കോടി രൂപ അടിച്ചിരിക്കണത് നമ്മളെ മന്മഥനാണ്. മന്മതിനാ എന്റെ പൊണ്ണ് ചങ്ങാതിമാരെ, ഞാൻ പറയണത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. എനിക്ക് ലോട്ടറി അടിച്ചില്ല, ഒരു കുന്തം അടിച്ചില്ല. നമ്മൾ പൊട്ടന്മാരാക്കരുത് കേട്ടാ. പിന്നെ വാട്സപ്പിൽ വന്ന മെസ്സേജ് എന്തുവാ? എടേ, അത് വാട്സാപ്പില് ഇങ്ങനെ പലരും മരിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് വരാറില്ലേ, അതുപോലെ ആരോ എനിക്ക് പണി തന്നതാ. ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇങ്ങോട്ട് മര്യാദ ആദ്യം. എന്റെ രതീഷ്, നിനക്ക് ഞാനൊരു 10,000 രൂപയല്ലേ തരാവുള്ളൂ. ലോട്ടറി അടിച്ചെങ്കിൽ ഞാൻ അത് തരൂല. അടിച്ചിട്ടില്ലെന്ന്. കോടികളല്ലേ ലോട്ടറി അടിച്ചത്, ഞാൻ മുങ്ങാൻ നോക്കാണോ? എന്റെ ലോനപ്പ ചേട്ടാ, ഇത് ആരാ പറഞ്ഞു എനിക്ക് ലോട്ടറി അടിച്ചത്? നിങ്ങൾ എല്ലാരും കൂടെ എന്തോ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. കാശ് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം എന്റെ പുണ്ടി ചേട്ടാ, എന്റെ 500 തിരിച്ചു കേട്ടാ. മോനെ, എടാ സുരിക്കുട്ട, എടാ 500 രൂപയല്ലേ തരൂല. ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്ക് ആയിരം ഒന്നും പറയണ്ട. നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസക്കുള്ള ഒരു പരിഹാരം ഞാൻ ഇവിടുന്ന് പോണില്ല. മേടിച്ചിട്ടേ പോകത്തുള്ളൂ, ഇവിടെ ഇരിക്കാൻ പോവാ. ഏതാണോ എനിക്ക് അടിച്ച് 1 കോടിയല്ലേ ലോട്ടറി അടിച്ചത്, 5000 കോടി അടിച്ചു. അത് ഞാൻ അവിടെ വിരിച്ചിട്ടേക്കാം. അതിന്റെ മേളിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ ഞാൻ. നീയൊക്കെ അവിടെ ഇരുന്നോ, കാശ് മേടിച്ചിട്ട് പോയാൽ മതി. പറഞ്ഞാ മനസ്സിലാവാത്ത കഴുതകള്. മേടിച്ചിട്ടേ പോയുള്ളൂ. സുറുമയെഴുതിയ മിഴികളെ സൂര്യകാന്തി പൂക്കളെ. കുറച്ച് പൈസ കൈവ വരുമ്പോ ഉണ്ണില്ലേ സത്യേട്ടാ? സുറുമയെഴുതിയ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടിക്കൂന്ന്. എന്തടിക്കുന്ന്? ഉണ്ണിയേ എന്തടിക്കൂന്നാ? എന്താണ്ട് പരിപാടി? എന്ത് പരിപാടി? ഏ എന്ത് പരിപാടിയാണ്? ഒരു പരിപാടിയില്ല. അതൊന്നും അറിയാത്ത പോലെ കളിക്കാൻ നിക്കല്ലേ സത്യേട്ടാ. വിവരമൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. എന്ത് വിവരം? നമ്മള് ഷെയർ ഇട്ടെടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ അടിച്ചെന്നു ബാങ്കുകാരെ അന്വേഷിച്ച് വീട്ടിൽ വന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞ്. 1 കോടിയാ? എന്തേ നമ്മക്കാ? ആ അമ്മക്ക്. ഞാൻ അന്നേ പറഞ്ഞില്ലേ നമ്മക്ക് തന്നെ അത് അടിക്കും. എനിക്കൊരു ലക്ഷണം തോന്നി ആ ടിക്കറ്റ് എടുത്ത് അടിക്കുന്നു. അതുകൊണ്ട് ഞാൻ സത്യനോട് എടുത്തോളാൻ പറഞ്ഞത്. അടിച്ച കയറി കിടന്നല്ലോ നല്ലതാ. അടിച്ചല്ല. എന്തായി കളിക്കുന്നേ? ഏടാ അതിനൊന്നുമില്ല. ഒന്നുമില്ലേ? ഒരു സമ്മാനവും ഇല്ല ഇതിന്. സച്ചേട്ടൊക്കെ കളിക്കല്ലേ കളി? എടാ, ഞാൻ അവിടുന്ന് നോക്കിയേ, ആ ഞാൻ പോയി നോക്കി. അപ്പൊ അതിന് ഒന്നുമില്ല, 5 റുപ്യ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ കൂലിപ്പണിക്ക് പോകാൻ അവന്റെ വീട്ടിൽ ബാങ്കുകാരെ അന്വേഷിച്ചു പോകാൻ എന്തിനാ? നിങ്ങൾ ബാങ്കിലേക്ക് പോയതും ഞങ്ങൾ അറിഞ്ഞിനി. അല്ല, നിങ്ങളിപ്പോ വിശ്വസിച്ചിരിക്കണ? അടിച്ചെന്ന് ഞങ്ങള് വിശ്വസിച്ചിരിക്കുക. അടിച്ചിട്ടില്ലാന്ന്. അങ്ങനെ ടിക്കറ്റ് കാണിക്കുന്നു. അത് കീറിക്കളഞ്ഞില്ലേ? എന്തിനാ കീറി കളഞ്ഞത്? നമുക്ക് അടിച്ചിട്ടില്ലാന്ന്. എന്തെന്തീക പറയുന്നത്? ആരാ പറയുന്നത് അടിച്ചത്? ആരാ പറഞ്ഞ അടിച്ചത്? സച്ചേട്ടാ ഇങ്ങനെ എന്റെ ആശാനാണ്. അടിച്ചെന്ന് പറഞ്ഞത് ചേട്ടാ, മണ്ടുവിന്റെ അടുത്ത് എടുത്ത ടിക്കറ്റിന് 1 കോടി രൂപ ഇവിടെ അടിച്ചിട്ടുണ്ട്. മണ്ടുവിന്റെ അടുത്ത് വേറെ കുറെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വിളിക്കല്ലേ, നമ്മുടെ ആശാനാണ്. നിങ്ങൾ തിന്നോ, പക്ഷെ പറഞ്ഞിട്ട് തിന്നോ. എടാ, നിങ്ങൾക്ക് പറഞ്ഞ ആശാൻ തരും. കളി തമാശകളാ. ഞാൻ അടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറഞ്ഞെന്തൊക്കെ മനസ്സിലാവാത്തത്? സത്യേട്ടാ, ഇന്ന് വരെ ഞങ്ങൾ സത്യേട്ടനെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ. കാശ് കിട്ടുമ്പോ കളർ മാറാൻ നിൽക്കരുത് നിങ്ങളാ. എന്താ വേണ്ടേ? ഞാൻ കൊല്ലു. ഹലോ, ആ അലമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. കുമാരേട്ടൻ ഞാൻ തന്നെയാണേ, സുഗതൻ തന്നെ. ആ അതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ആ കൂർക്കങ്കാറമുക്കിലെ സ്ഥലത്തിന് ഏത് ബാങ്കിലെ ആധാരം കൊണ്ടുവച്ചാലും 5 ലക്ഷത്തിൽ കൂടുതൽ കിട്ടില്ല. ഇത് നമ്മുടെ സഹകരണ ബാങ്ക് ആയതുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് പ്രസിഡന്റിനോട് സംസാരിച്ച് ഞാൻ 20 ലക്ഷം ആക്കി തന്നേക്കണത്. ആ വേണ്ടപ്പെട്ട ആളാണെന്ന് കാശ് കിട്ടി കഴിയുമ്പോ കാണണം. അത് ശരിയാക്കാം. ശരി ശരി. രണ്ടാമത്തെ എല്ല് ബാങ്ക് കൊണ്ടു ശരിയായിട്ട. ഇത് ഒന്നാമത്തെ എല്ലിന് കൊണ്ടു കൊടുത്തായ മറ്റൊരു ബുദ്ധിമുട്ടിക്കാനാ ബാങ്ക്. ബാങ്ക് എന്തിനി? ബാങ്ക് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാ ബാങ്ക്. അതിനകത്ത് ബാങ്ക്
അല്ല ഇതാരാ എന്തേ രണ്ടാമത്തെ നില എന്തിനാ നിങ്ങൾ ബാങ്ക് കൊണ്ടുവച്ചിന്? അല്ല ഇത് പറയാനാണോ വന്നേ? അത് പറയാനല്ല വന്നത്. മനുഷ്യന്മാരെ പറ്റിക്കുന്നത് അത്ര ശരിയല്ല. അത് നല്ല കാര്യമല്ല ബാങ്കുകാർക്ക്. നമ്മൾ പ്രതികരിക്കും. അല്ല എനിക്കൊന്നും മനസ്സിലായില്ല. ആരെ പറ്റിച്ചു എന്നായി പറയണേ? അതെ, കൈക്കും കാക്കയെ സ്വാധീന കുറവില്ലോ. തലക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല ശക്തിയുണ്ട്. ഞാൻ അതിന് നിങ്ങൾക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ല ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. പിടിക്ക്. എന്നത് പാസ്ബുക്ക്, ഇതും പിടി. ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്. 10,000 റുപ്യ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത്. 10,000 റുപ്യ തന്നെയാണ് ഇതിൽ. ഇത് 8 ആയിട്ട് എഴുതിയിട്ടില്ലല്ലോ. പിന്നെ എന്താ കംപ്ലൈന്റ്? അതിന്റെ പലിശ അറിയാലോ, 8.25% പലിശ ഉണ്ട്. 8.25% പലിശ. 8.25%. അതെ. ഇവിടുന്ന് റിട്ടയർഡ് ഭാസ്കർ സാർ ഡെപ്പോസിറ്റ് ചെയ്തപ്പോ അയാൾക്ക് എട്ടാ പലിശ കൊടുക്കും നിങ്ങൾ? അയാൾക്ക് 8.75%. 8.75%. എനക്കോ 8.25%. നാണുമാനം ഉൾപ്പുണ്ട് നിങ്ങക്ക്. അതെ, എന്തെങ്കിലും പേര് പറഞ്ഞേ? ഉണ്ണി. ഉണ്ണി. ഉണ്ണി, ഈ ഭാസ്കര സാർക്ക് കൊടുക്കണ പലിശയൊക്കെ ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റുമോ? കേക്കണം, എല്ലാരും കേക്കണം. കയ്യും കാലും സ്വാധീനമില്ലാത്ത എനക്ക് പലിശ കുറവും, പൈസക്കാരൻ അയാൾക്ക് പലിശ കൂടുതലും. പലിശക്കാരനെ പലിശ കൊടുക്കുക, അയാളെ പലിശക്കാരന് വന്ന് നല്ലോണം കൊടുക്കുക. അല്ല, അതല്ല, നിയമാണത്. ഈ ഭാസ്കര സാർ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ്. അതിന് 60 വയസ്സ് കഴിഞ്ഞവർക്ക് പലിശ കൂടും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പലിശ കുറയും. അത് ശരി. അപ്പൊ നിക്ഷേപ സമാഹരണ വീട്ടിൽ വന്നപ്പോ ഇതൊന്നും പറഞ്ഞിട്ടല്ല എന്നോട്. അല്ല, അവിടെ എങ്ങനെയാണ്, എന്തിനാണ് സീനിയർ സിറ്റിസൺ ഇത്രയൊന്നും നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഇത്രയെന്ന് പറയുന്നത്? നിക്ഷേപിച്ചാൽ ഒരു പലിശ കിട്ടും, അതുകൊണ്ട് ജീവിക്കാന്നേ പറഞ്ഞുള്ളൂ. ഈ അംഗപരിമിതമാരായ നമുക്ക് ബാക്കി എല്ലായിടത്തും ആനുകൂല്യമുണ്ട്. എന്താ ബാങ്ക് തരാത്തത്? പലിശക്ക് എന്താ തരാത്തത്? എന്താ തരാത്ത? ഇങ്ങനെ മനസ്സിലാക്ക്. നിങ്ങൾ തന്നുകൂടിയത്. അല്ല, അത് എന്താ അറിയോ, അതിപ്പോ അങ്ങനെ ഈ ഒരു നിയമമില്ല, അതാണ്. കാരണം നമ്മുടെ കാശുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണേ. അപ്പൊ അതിന് അങ്ങനെ പ്രത്യേകിച്ച് പരിഗണന ഒന്നും തരില്ല. എന്നാ പിന്നെ ഞാൻ എന്റെ പൈസ അങ്ങോട്ട് പിൻവലിച്ചേക്കാം. എന്റെ 10,000 രൂപ പിൻവലിച്ചേക്കാം. ഞാൻ ആർക്കും പലിശ കൊടുക്കാം. അതിന്റെ 10% കിട്ടും എനിക്ക്. പക്ഷെ പിൻവലിച്ച പലിശ കുറയും. അതാ കേട്ടാ, വീടിന് ഒന്നും തരൂല. അതെ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് പണികളുണ്ട്. ഇതാ വേറെ ഒരുപാട് പണിയുണ്ട്. നോക്ക്. ചേട്ടാ, കസേര ഒന്ന് നേരിട്ട് വയ്ക്കും. ആ പാസ്ബുക്കിൽ ഫോൺ നമ്പർ ഉണ്ട്. സംശയമില്ലാണ്ട് കയ്യിലൊന്ന് വിളിച്ചു വെച്ചാ പോരെ? ഈ വയ്യാത്തോടത്ത് ഇങ്ങനെ വരേണ്ട വല്ല ആവശ്യമുണ്ട്? കണ്ണെന്താ ഇവിടെ അല്ലേ? അത് കാലോണ്ട് വയ്യാത്ത ഒരാളാണ്. അത് കാണാണ്ട് പറ്റിയതാ, കുഴപ്പമില്ല. സാർ എന്താ സാറേ, എന്റെ പേര് പാരിജാതൻ എന്നാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ദുബായിലാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് 1 മാസത്തോളമായി. ശരി. അപ്പൊ ഞാൻ പുറത്ത് പോണതിന് മുമ്പായിട്ടേ എന്റെ അമ്മയുടെ പേരിലൊരു 5 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടേച്ച് ഇവിടെ. അപ്പൊ ഞാനിപ്പോ വന്നിട്ട് 2-3 മാസമായി. അപ്പൊ ഇനി ഏതായാലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കണില്ല. ശരി. അപ്പൊ ഇവിടെ തന്നെ ചെറിയ എന്തെങ്കിലും സംവിധാനം തുടങ്ങാന്ന് കരുതിയിട്ടാണ്. അപ്പൊ ആ FD ഒന്ന് വിഡ്രോ ചെയ്തിട്ട്. അല്ല, FD എന്തിനാ എടുക്കണം? അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോ ലോണ് വേണമെന്നുണ്ടെങ്കിൽ വസ്തു എന്തെങ്കിലും പണയം വെച്ച് കഴിഞ്ഞാൽ ലോണ് കിട്ടുമല്ലോ. അയ്യോ, അത്രയും വലിയ സംവിധാനം ഒന്നും അല്ല സാറേ. അല്ല, ഇതിൽ കാലാവധി ഇനിയും 2 വർഷം ഉണ്ടല്ലോ. അതെ, കാലാവധിക്ക് നിക്കണില്ല, നമുക്കുള്ള പൈസ വിഡ്രോ ചെയ്യാന്ന് കരുതി. അല്ല, അങ്ങനെ വരുമ്പോ ഇതിന്റെ ഇൻട്രസ്റ്റ് കുറയും. അത് സാരല്ല, നമുക്കിപ്പോ ഉള്ള പൈസ വെച്ച് തുടങ്ങാല്ല. ഇപ്പൊ വീട്ടിൽ ആരും ഇല്ലേ, അമ്മക്കും സുഖമില്ല. അപ്പൊ ഇനി ഒറ്റക്കിട്ടുണ്ട് പോകാനും കഴിയില്ല. അപ്പൊ അമ്മ വന്നിട്ടില്ലേ? ഇല്ല, അമ്മ വന്നില്ല. അമ്മ ഈ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ റെസ്റ്റ് ആണ്. അപ്പൊ അമ്മ അതിന്റെ അടിയിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഓതറൈസേഷൻ തന്നിട്ടുണ്ട്. അല്ല, ഇതില് ലോൺ ഉണ്ടല്ലോ. ലോൺ എടുത്തിട്ടുണ്ടല്ലോ. ഇല്ല സാർ, എന്തേ പറയണം, നമുക്ക് ലോണിന്റെ ആവശ്യമില്ല.
ഞാൻ മാസം മാസം പൈസ അയച്ചു കൊടുക്കും, അത്ര വലിയ ചെലവുമില്ല. അതിന് 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അയ്യോ, ലോൺ എടുത്തല്ലാന്ന്, നമുക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അമ്മ ലോൺ എടുത്തിട്ട് മറ്റു മക്കൾക്ക് കൊടുത്തു കാണും. മറ്റു മക്കളില്ല കൊടുക്കാൻ, ഞാൻ ഒരു മോനേ ഉള്ളൂ. ഇത് അമ്മക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ അവകാശം കിട്ടിയ ഒരു പൈസയാണ് 6-7 വർഷം മുമ്പ്. അത് എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടി അമ്മ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് FD ഇട്ടാണ്. അമ്മ അമ്മ തൊടൂല. ഇല്ല, നാട്ടിലില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ സത്യങ്ങൾ അറിയാം? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മയോട് വരാൻ പറയും കേട്ടാ. അല്ല എന്തൊരു ഏരിയ ഇത്? ഇങ്ങനെ വരച്ചാൽ ഈ പൊന്ന് തീരെ എനിക്ക് 5-ന്റെ പൈസ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ വരക്കുന്നത് ഇങ്ങനെ? ഇത് വെച്ച് ലോൺ കിട്ടണോ? ആ പൊന്നത് ഇത് മാറ്ററിഞ്ഞാലേ ഇതൊക്കെ നോക്കാൻ പറ്റുള്ളൂ. മാറ്റി നോക്കണം. മതി റെഡിയായി. പെങ്ങളെ മോതിര ഇത് ഒരു 2 ഗ്രാമേ ഉള്ളൂ. അപ്പൊ ഒരു 5 രൂപ കിട്ടും. 3 റുപ്യന്റെ നിങ്ങൾ വരച്ചിട്ടും പോയില്ലേ? ചെക്ക് ചെയ്യണത്. കതിവനൂർ വീരനെ നോൻപു നോറ്റിരുന്നു മാമയിൽ പീലി പോലഴകോലും. എന്താ ചന്ദ്രികേ? എടി, കാശിന്റെ കാര്യം എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. നീ പറയണ കേട്ടാ അതൊന്നും മോള് നിന്റെ മാത്രമാണെന്ന്. എടി, കൊച്ചിനെ MDക്ക് വിടണമെന്ന് എനിക്ക് ബോധമുണ്ട്. നീ ഇങ്ങനെ 3 നേരം ഗുളിക തരണ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വിളിച്ച് പറയണ്ട കാശ് ഒപ്പിക്കണമെന്ന്. ഞാൻ ഇവിടുത്തെ ഇച്ചിരി ജോലി തീർക്കട്ടെ, നീ വെക്ക്, ഞാൻ വിളിച്ചോളാം അങ്ങോട്ട്. ഒരു രീതിയിൽ സ്വസ്ഥത തരില്ല സർ. വാ. അതെ, സദാശിവൻ എന്ന് പറയുന്ന ഒരു കക്ഷി 2 വള കൊണ്ടുവരും. അങ്ങനെ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പൊ പൈസ കൊടുക്കണം കേട്ടാ. പിന്നെ ഉരച്ചു നോക്കണ്ട. പെട്ടെന്ന് എടുക്കായിരിക്കല്ലോ അല്ലേ? പിന്നെ എന്തൊരു മാസം കൊടുത്തു പോകും. ഓക്കെ, ശരി. ഹലോ. സെക്രട്ടറി, ഒന്ന് ഇതുവരെ വരുമോ? ശരി. എന്താ സാറേ? സെക്രട്ടറി, ഞാനൊരു വലിയ ടെൻഷനിലാണേ. ഈ മൂത്തവള് ഒരു കണക്കിന് ഇപ്പൊ MBBS കഴിഞ്ഞല്ലോ. സാറ് പാർട്ടി നടത്തിയല്ലോ. അതെ. അവൾക്ക് ഇപ്പൊ MDക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. MDക്ക് വിടണം സാറേ, അല്ലാതെ ഈ MBBS കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അല്ല, എനിക്കും അതറിയാം. അതിന് കുറച്ച് പൈസയുടെ ചെലവുണ്ടല്ലോ. പൈസ കുറെ പൈസ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു ചെറിയ കുറവുണ്ട്, ഒരു 50-ന്റെ. 50,000 MDക്കാണ് പഠിക്കുന്നത്. 50 ലക്ഷം രൂപ. 50 ലക്ഷം. അതെ. അപ്പൊ അത് എങ്ങനെ സംഘടിപ്പിക്കാന്ന് ആലോചിച്ചിട്ട് ഒരു വഴിയും കിട്ടണില്ല. അതിനിപ്പോ ഞാൻ വിചാരിച്ച മാർഗമൊന്നുമില്ല സാറേ. വേറെ എന്താ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ ഇങ്ങനെ ആലോചിക്കാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പതിവ് രീതി തന്നെ. എന്ത്? ഇപ്പൊ വലിയ രീതിയിലുള്ള ലോണുകളൊക്കെ എടുത്തിട്ടുള്ള ആളുകളുടെ ഡോക്യുമെന്റ് വെച്ചിട്ട് അവരറിയാതെ ഒരു ലോണും കൂടി അങ്ങ് എടുക്കണം. അല്ല, ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. പക്ഷെ നമ്മളതിന് ഈ കമ്മിറ്റിയൊക്കെ കൂടണ്ടേ? അല്ല സാറേ, കമ്മിറ്റി കൂടിയ മാത്രം പോരാ, ഈ മെമ്പർമാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കൊടുക്കണല്ലേ? പിന്നെ വേണ്ടി വരില്ലേ? കൊടുക്കാം. അല്ല, നമ്മുടെ ഇവിടുന്ന് വലിയ തുകയ്ക്ക് ലോൺ എടുത്തിട്ടുള്ള ആരൊക്കെ ഉള്ളത് ഇപ്പൊ? വലിയ തുകയ്ക്ക് എടുത്തത് ഒരു സെബാസ്റ്റ്യൻ മുതലാളി ഉണ്ട്. സെബാസ്റ്റ്യൻ, മറ്റേ കോറി സെബാസ്റ്റ്യൻ. അയാളേക്കാ നല്ലത് മറ്റേ മൊയ്ത് മുതലാളിയാണ്. ചെമ്മീനെ. ചെമ്മീൻ മൊയ്തു. സാറിന് അറിയാലോ. ചെമ്മീൻ മൊയ്തു അറിയാം. ഇവിടുന്ന് 2 ലോൺ ഉണ്ട്. ഇനി എന്തോ 4-5 അടവും കണ്ടേ ബാക്കിയുള്ളൂ. 5 അടവ് ഉണ്ടല്ലേ? എന്നാ പിന്നെ നമുക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കും. എന്തൊക്കെയാണ്? എന്നെ അറിയോ സാറിന്? എനിക്കെന്താ അറിഞ്ഞൂടാത്ത? എന്നാ ആരാന്ന് പറ. ഞാൻ ആരാന്ന് പറയണം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണം അല്ലേ? എന്താണ് ചേട്ടാ ഇതൊക്കെ? അങ്ങനെയൊക്കെ പറയാമോ? എനിക്കിവിടെ ഉള്ള എല്ലാരെയും അറിയാം, പേര് വിവരം സഹിതം എനിക്ക് എല്ലാരെയും അറിയാൻ പറ്റും. എനിക്ക് എന്താ രാഘവേട്ട എന്നോട് ഇങ്ങനെ പറയല്ലോ കേട്ടാ. ചുമ്മാ അറിയാമോ എന്നൊക്കെ ചോദിച്ചാ. പിന്നെ എന്താ വന്ന കാര്യം? എൻ്റെ മകളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ഇവിടെ ഒരു 5 ലക്ഷം രൂപക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ലോണിന്. അതിപ്പോ സാങ്ഷൻ ചെയ്ത് 3 ലക്ഷം.
എനിക്ക് ഓർമ്മ വന്ന സംഭവം. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ രാഘട്ടാ, ഇതിന്റെ കാര്യം നമ്മൾ മീറ്റിംഗ് കൂടി. മീറ്റിംഗ് കൂടിയപ്പോ തന്നെ അതിനകത്ത് പലർക്കും ഈ 3 ലക്ഷം കൊടുക്കുന്നതിനോട് തന്നെ യോജിപ്പില്ല. കാരണം വസ്തുവിന് അത്രയും അതിനൊരു ഇതില്ല, ഈട് തന്നിക്കുന്നില്ലേ. നല്ല വസ്തുവല്ലേ സാർ? അല്ല, അത് എന്താ വെച്ചാൽ അത് എന്തോ അത് കുഴിപ്പോക്കോ അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് മീറ്റിംഗ് കൂടി പിന്നെ എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എൻ്റെ നിർബന്ധത്തിലാണ് ഇതിപ്പോ 2.5 എന്നുള്ളത് 3 ആക്കിയത്. അല്ല സാർ, അത് എന്നെ അത്രയും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എന്നെ കൂടെ വിഷമിപ്പിക്കില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട സങ്കടം വരും. രാവിലെ ഒരു കാര്യം ചെയ്യും, വേറെ എന്തെങ്കിലും മാർഗം നോക്ക് പൈസ മറിക്കാൻ. വേറെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ. ഒരു 3 രൂപയിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ചിലവൊക്കെ ഒന്ന് ചുരുക്കാൻ നോക്കും. മൊത്തത്തില് ഒരു 1000 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 750 പേര് അങ്ങനെയൊക്കെ ആക്കും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ. കുറച്ചെങ്കിലും കൊടുക്കണ്ടേ സാർ? സ്വർണ്ണമല്ല. അല്ല, അത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത്. ചെല്ലു വേറെ ആഴത്തെങ്കിലും ഒക്കെ ബന്ധുക്കളൊക്കെ ഇല്ലേ, ഒരുപാട് പേരുണ്ടല്ലോ കുടുംബക്കാരെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറിക്കാൻ നോക്ക്. തൽക്കാലം ഒരു കടമൊക്കെ മറിക്ക്. പിന്നെ കേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതെ, നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരുമോൻ ചെക്കനുമായിട്ട് ഒന്ന് കൂടി ആലോചിച്ചിട്ട് മോക്കിപ്പോൾ കൊടുക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അതിവിടെ പണയം വെക്ക്. നല്ല തുക തരാം, പലിശയും കുറച്ച് തരാം. നിങ്ങൾക്ക് ഈ ലോണിൽ സംഖ്യ കൂട്ടി തരാൻ പറ്റില്ലല്ലോ? അയ്യോ, അത് പറ്റില്ല. അത് പിന്നെ ഞാൻ എന്തെങ്കിലും അയച്ചോട്ടെ, പറയുന്നു വേണ്ട. എന്തെങ്കിലും നല്ല വഴി പറഞ്ഞു കൊടുത്തതിന് ആൾക്കാർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മോനെ ഇന്നത്തെ നേരത്തെ ഒന്ന് ഞാൻ നേരത്തെ സാറ് വൈകിയതാ, ഞാനേന്ന് വൈകിയ വന്നേ. ആ ശരിയാ. എന്താടാ? അല്ല സാറേ, നമ്മളെ സ്വരൂപിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് ഇവന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം. അപ്പൊ ഭാര്യക്ക് ഇട്ട് പോകാൻ കുറച്ച് നമ്മുടെ ഒരു 2 വളയും 2 മാലയും അത് കൊടുക്കുമെന്നാ ചോദിക്കണത്. ഇവിടെ പണയത്തിനൊന്ന്. അല്ല, ഞാൻ പറഞ്ഞു നടക്കൂല. ഞാൻ അത് പറഞ്ഞോണ്ടിരിക്കുക, നടക്കൂലല്ലോ. അല്ല, അതൊന്നും നടക്കൂല. ഒരാഴ്ചയുടെ ഉള്ളിൽ ആരെങ്കിലും വളയമാല എന്തെങ്കിലും പണയം വെച്ചിട്ടുണ്ടാ? കുറച്ചൊക്കെ ഉണ്ട്. അവനെ കൊടുത്തോ? ഒരു മാസമെങ്കിലും കഴിയണ്ടേ ആരെങ്കിലും തിരിച്ചെടുക്കണമെങ്കിൽ? കൊടുത്തോ? കൊടുക്കാം അല്ലേ? കൊടുത്തു. സ്വരൂപേ, സാറേ വൈകിട്ട് എന്താ പരിപാടി? കാണാം. കൊടുത്തോ? നോക്കി നടക്കും. നോക്കിയാണ് നടക്കണം. അല്ല അല്ല സെക്രട്ടറിനെ കാണണം. ഇല്ല അമ്മ. കള്ളക്കുറിയും തൊട്ട് ഇരിക്കണ കള്ളൻ. നീയാണോ പറഞ്ഞ? എന്ത്? ആരാടാ പറഞ്ഞ? ഞാൻ ലോൺ എടുത്തെന്ന് ആരാ പറഞ്ഞത്? എനിക്കങ്ങനെ ലോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോൻ ദുബായിന്റെ ആവശ്യത്തിന് പൈസ അയച്ചു തരുന്നുണ്ട്. പിന്നെ ലക്ഷങ്ങളാണ് ഇവിടെ കിടക്കണത് എനിക്ക്. പിന്നെ എന്തിനാണ് ഞാൻ കടം മേടിക്കണത്? പുള്ളിയല്ല, നമുക്ക് സെക്രട്ടറിനോട് പിന്നെ എനിക്ക് കടം മേടിക്കേണ്ട ഗതികേടുണ്ടാടാ. പിന്നെ എന്താ പറയണ? സെക്രട്ടറിനെ ആരാണത്? ഇല്ല അവിടെ അകത്ത്. എവിടാ? ഇല്ലേ ഗ്ലാസിന്റെ അകത്ത്. ഈ കണ്ട കള്ളം മുഴുവൻ പറഞ്ഞിട്ട് ചിലും കൂട്ടി കയറിയിരിക്കണ. അങ്ങനെ പറയല്ലേ. വിളിക്കടാ, അവന് ഇങ്ങോട്ട് വിളിക്കടാ. നമ്മളങ്ങാട് പോണ. നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോണ? നമ്മുടെ ലക്ഷങ്ങളാണ് ഇവിടെ കിടക്കണ. അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് കാണട്ടെ. സെക്രട്ടറിനെ അവിടെ ചെന്ന് സംസാരിക്ക, ഒച്ചെടുക്കല്ലേ. വിളിക്കടാ, അവന് ഇങ്ങോട്ട് വിളിക്കടാ. നമുക്ക് അങ്ങനെ ചെല്ല, നടക്ക്. എന്തിനാണ് അവൻ ചിലും കൂട്ടി ചെയ്തേക്കണ? ആ പൈസ എടുത്തു വെച്ചോട്ടാ. പിടിക്കടാ. ഒരു പോലീസുകാരൻ കുഴപ്പക്കാരനാണെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലുള്ള എല്ലാ പോലീസുകാരും കുഴപ്പക്കാരാണോ? ആണോ? അത്രേ ഉള്ളൂ. ശരി. ആയിക്കോട്ടെ. ചോദിക്കാം. ശരി. എന്താ പറഞ്ഞോ? ഇരിക്കട്ടെ, എന്നിട്ട് പറയാം. ഓ ആയിക്കോട്ടെ, ഇരുന്നിട്ട് പറഞ്ഞോ. സാറേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ അമ്മയുടെ പേരിലാണ് FD 5 ലക്ഷം രൂപ ഇട്ടിരുന്നതേ. അപ്പൊ ഇപ്പൊ അത് വിഡ്രോ ചെയ്യാൻ വന്നപ്പോ അതിന് 3 ലക്ഷം രൂപ ലോൺ എടുത്തെന്ന് സാറ് പറഞ്ഞില്ലേ? അത് പറഞ്ഞല്ലോ. ആരാണ് ലോൺ എടുത്ത? ആരാണ് ലോൺ എടുത്തത്? അല്ല, അതിന് ലോൺ എടുത്തിട്ടുണ്ട് 3 ലക്ഷം. ആരെടുത്ത്? ഞാൻ എടുത്തിട്ടില്ലല്ലോ സാറേ. അമ്മ ലോൺ എടുത്തല്ല, നമുക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ആ പൈസ നശിപ്പിക്കാതിരിക്കാനാണ് അമ്മ ഇവിടെ കൊണ്ടുവന്ന് FD ഇട്ടത്. ഇപ്പൊ എന്നോടൊരു ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ അത് എടുത്തോന്ന് പറഞ്ഞപ്പോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഇതില് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് കാണിച്ചു തന്നല്ലോ. അങ്ങനെ അതീ കാണിക്കണ പോലെ അല്ലല്ലോ
കാര്യങ്ങള്. സാറേ, ഇപ്പൊ എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യവും ഇല്ല. പിന്നെ എന്റെ പേരിൽ ആരിവിടുന്ന് ലോൺ എടുത്തെന്നാ പറയണത്? സാറേ, അമ്മ ഇപ്പൊ ലോണിന് അപേക്ഷ എന്നുണ്ടെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനും അമ്മ സൈൻ ചെയ്ത പേപ്പറും ഒന്ന് കാണട്ടെ. പിന്നെ 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഇത്രയും നാളെങ്കിൽ ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് വരില്ലേ? ലോൺ എടുത്ത് അപ്പൊ ഈ ലോൺ എടുത്ത ആര്? ലോൺ എടുത്ത ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടവന്റെ ലോണിന്റെ പൈസ ഇത് എന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. എന്റെ 5 ലക്ഷം രൂപ കണ്ട് തന്നോ? മിണ്ടാതിരിക്കാൻ പറ അമ്മയോട്. മിണ്ടാതിരിക്കാനാ? 2 ലക്ഷം രൂപ ഇവിടെ ഇട്ടിട്ട് മിണ്ടാതിരിക്കാനടാ? സാറേ, അമ്മ സുഖമില്ലാതിരിക്കാണ്. നമുക്ക് പ്രഷർ വന്ന ഇതാണ്. കേട്ടണ്ട, നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, തൊട്ടപ്പുറത്ത് അവിടെ പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റ് ഒന്ന് കാണും കേട്ടാ. അവിടെ ഒന്നും പോയി കാണാൻ പറ്റില്ല. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ലക്ഷങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഇനി ഓരോരുത്തരെ പോയി കാണാം, അത് ഇങ്ങോട്ട് മേടിക്കാൻ. ഇവിടെ ഇടാൻ വന്നപ്പോ ഇവരെ ഒന്ന് കാണണ്ടായിരുന്നല്ലോ. അന്ന് ഈ പ്രസിഡന്റ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നോ? അമ്മേ, എനിക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ല. അതാണ്, എല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ടാണ്. എല്ലാരും അറിയിക്കാൻ പോണേടാ. ഈ ലോകം മൊത്തം ഞാൻ അറിയിക്കും. എന്റെ 5 ലക്ഷം രൂപ ഇവിടെ മേടിച്ചു വെച്ചിട്ടേ ആരാണ്ടൊക്കെ ലോൺ എടുത്തെന്ന് പറഞ്ഞോണ്ട് എന്റെ ലക്ഷങ്ങൾ തന്നില്ലെന്ന് ഞാൻ എല്ലാരും അറിയിക്കും.